ഇന്നലെയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയായ സീസൺ 7 തുടക്കം കുറിച്ചത്. ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞ പേരാണ് രേണുസുധിയുടേത്. എന്നാൽ ബിഗ് ബോസിൽ രേണു ഉണ്ടാകുമെന്നതിന്റെ യാതൊരു സൂചനയും ആദ്യം നൽകിയിരുന്നില്ല. ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഏറ്റവും അവസാനമാണ് രേണുസുധിയെ പരിചയപ്പെടുത്തിയത്. രേണുവിന്റെ പേര് പുറത്തു വന്നപ്പോൾ വളരെ റേറ്റിംഗിലായിരുന്നു ആ സമയം. എന്നാൽ ഇപ്പോൾ രേണുവിനെ കുറിച്ച് മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണുസുധിയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. രേണുസുധിക്ക് ഒരു മാസം ലഭിക്കുന്ന സാലറി 50,000 രൂപയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. രേണുവിൻ്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രേണുവുമായി പലതവണ ചർച്ച നടത്തിയതിന് ശേഷമാണ് രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത്. കരിയറിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന രേണു ബിഗ് ബോസിനായി 100 ദിവസം മാറ്റിവെക്കുന്നത് കൊണ്ട് തന്നെ അത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രേണു ആദ്യം സമ്മതം മൂളിയില്ല. എന്നാൽ പിന്നീട് നടത്തിയ ഒരുപാട് ചർച്ചകൾക്കൊടുവിലാണ് രേണു ബിഗ് ബോസിലേക്ക് വരാമെന്ന് സമ്മതം മൂളുന്നത്. 1 ലക്ഷം രൂപ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത്. എന്നാൽ അവസാന വിലപേശലുകൾക്കൊടുവിൽ രേണു 50,000 രൂപ സമ്മതിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങും മോഡലിംഗും ഉദ്ഘാടനങ്ങളുമെല്ലാമായി നല്ല തിരക്കിലായിരുന്നു രേണു. 100 ദിവസം മാറി നിൽക്കുമ്പോൾ തന്നെ ഇതിനെയെല്ലാം ബാധിക്കും. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വേണു 1 ലക്ഷം ആവശ്യപ്പെട്ടത്. രേണുവിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും വിമർശകരെയും ബിഗ് ബോസിൻ്റെ വരിക്കാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അധികൃതർ ഇത്രയും വലിയ തുക നൽകി രേണുവിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ എല്ലാം ഗുണം തുടക്കം തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങി. രേണുവിനെ ചാനലിൽ കണ്ടതോടെ ആ സമയം റേറ്റിംഗിൽ പതിവില്ലാത്ത കുതിച്ചുചാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ ബിഗ് ബോസിൽ നിർത്താൻ എന്തായാലും ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ബിഗ് ബോസ് 7-ൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് രേണുസുധി. പ്രഡിക്ഷൻ ലിസ്റ്റിലെല്ലാം രേണുസുധി നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം രേണുസുധി ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്ന വാർത്തകൾ വന്നിരുന്നു. ബിഗ് ബോസിലുണ്ടെന്ന റൂമറുകൾ പ്രചരിച്ചപ്പോൾ തുടക്കത്തിൽ രേണു അതിനെ തള്ളിയിരുന്നു. ഇതുവരെ തനിക്ക് വിളിയൊന്നും വന്നിട്ടില്ല എന്നും ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ എന്തായാലും പോകുമെന്നായിരുന്നു രേണു പറഞ്ഞത്. തൻ്റെ സുധിച്ചേട്ടൻ BB ഷോ ആഗ്രഹിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ എന്തായാലും പോകുമെന്നും രേണു പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് രേണുവിന് കൂടുതൽ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഭാഗമാകുമ്പോൾ രേണുവിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. അനുമോൾ, ബിന്നി സെബാസ്റ്റ്യൻ തുടങ്ങി നിരവധി താരങ്ങളും ബിഗ് ബോസിൽ അണിനിരക്കുന്നുണ്ട്.